നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നൽവഴി എന്നും നടക്കേണം, നല്ലത് മാത്രം ചെയ്യണം. നൽവഴി എന്നും നടന്നിടാം, നല്ലൊരു പാഠം ചൊല്ലിടാം. ജീസസ് കിഡ്സ്. ജീസസ് കിഡ്സ്. നന്മകൾ പുഷ്പിക്കുന്ന സമയം, നർമ്മങ്ങൾ വിരിയുന്ന വേള. വെൽക്കം ടു ജീസസ് കിഡ്സ്. നന്മയും നർമ്മവും ഒന്നിക്കുന്നിടത്ത് നിഷ്കളങ്കമായ ജീവിത മുഹൂർത്തങ്ങൾ ഉണ്ടാകും. അത്തരം മുഹൂർത്തങ്ങളെ കോർത്തിണക്കിയ കഥകൾ കാണാം. കാട്ടിലെ കൂട്ടുകാർ. അതെ, എനിക്ക് നിന്റെ വീട്ടിലേക്ക് വരാൻ ഒരു പേടി പോലെ. എന്തിനാ പേടിക്കുന്നത്? നിങ്ങൾ കാര്യം അവതരിപ്പിച്ചാൽ മതി. നിന്റെ മമ്മി വഴക്ക് പറയോ? അതെ, വഴക്ക് പറഞ്ഞ ഞങ്ങൾ നാണം കെടുട്ടാ. വഴക്കൊന്നും പറയില്ല, നിങ്ങൾ ധൈര്യമായിട്ട് വാ. എന്തെങ്കിലും പറഞ്ഞാ അപ്പൊ ഞങ്ങൾ ഇറങ്ങും. ഓക്കെ എന്തായാലും രണ്ടും കൽപ്പിച്ച് കാര്യം അവതരിപ്പിക്കുന്നേ. അതല്ലേ കാര്യം. വാ വാ. ഇതാണ് എന്റെ വീട്. മമ്മി എവിടെയാണാവോ? അത് ചമ്മതിയായിരുന്നു. കാണാനില്ലട്ടോ. നിങ്ങൾ കയറിയിരിക്കും. മമ്മി ഇവിടെ എവിടെയോ ഉണ്ട്. മമ്മി മമ്മി എന്തായാലും നിങ്ങൾ ഇവിടെ ഇരിക്കും, ഞാൻ ഇപ്പൊ വരാം കേട്ടോ. നീ ഇവിടെ ഇരിക്ക്, ഞാൻ ഇവിടെ ഇരിക്കാം. മടുത്തു. ദേ മമ്മി വന്നല്ലോ. മക്കളോ? എന്താ എല്ലാരും കൂടി? പപ്പിയുടെ? അത് ഞങ്ങള് വെറുതെ വന്നതാ. അതെ, പപ്പീസ് മമ്മീനെ കൊറേ വിളിച്ചു. അതെയോ? ഞാൻ അപ്പുറം വരെ പോയതാ പശുവിന് കുറച്ച് തീറ്റ വാങ്ങാൻ. അത് ശരി. നിങ്ങൾ ഇരിക്കേ. വീട്ടിൽ വരുന്നവർക്ക് ഒന്നും കഴിക്കാൻ കൊടുത്തില്ല മമ്മി. എല്ലാം റെഡി. എടുക്ക് എടുക്ക്, എല്ലാവരും കഴിക്കേ. മക്കള് കഴിക്കേ. ഞാനേ ഇതൊക്കെ അകത്ത് കൊണ്ടുവന്ന് വെക്കട്ടെ. എന്തു പറ്റി? എന്താ പപ്പീസേ? എന്താ ചോദിക്കുന്നേ? എന്താ മോട്ടു? എന്താ കാര്യം? അത് പിന്നെ ഞങ്ങള് അതെ ഒരു കാര്യം പറ. ഞങ്ങള് ഒരു സിനിമ കാണാൻ പോവാ. ഈ പപ്പീസിനെ കൂടെ വിടാവോന്ന് അറിയാൻ വേണ്ടിട്ടാ. സിനിമയോ? വേണ്ട, അതൊന്നും വേണ്ട. പ്ലീസ് മമ്മി, പ്ലീസ്. ഞങ്ങള് കൊറേ കാലമായി ആഗ്രഹിക്കുന്നു. പ്ലീസ്. സ്കൂൾ തുറന്ന ഒന്നിനും നേരം കാണില്ല മമ്മി, പ്ലീസ്. മക്കളെ, അല്ലെങ്കിൽ തന്നെ കഷ്ടപ്പെട്ടാ ജീവിക്കുന്നത്. അതിനിടയ്ക്ക് അതല്ല മമ്മി, ടിക്കറ്റിന്റെയും വണ്ടിക്കൂലിയുടെയും പണമൊക്കെ ഞങ്ങൾ എടുക്കും. മമ്മി പപ്പീസിനൊന്ന് വിട്ടാ മതി. എന്നാലും നിങ്ങളുടെ ഇഷ്ടം പോലെ നടക്കട്ടെ. സമാധാനായി. ഞാൻ വിചാരിച്ചു പപ്പീസ് ബാഗ് റെഡി ആയിക്കോട്ടെ, ഞാൻ വീട്ടിൽ പോയിട്ട് ഇപ്പൊ വരാം. ശരി ശരി, ഞാൻ എപ്പോഴേ റെഡി. സൂപ്പർ സിനിമ. അതന്നെ, എന്തൊരു സൗണ്ട് സിസ്റ്റമാ. ഇതൊക്കെ എന്ത് സൗണ്ട് സിസ്റ്റം? അതെന്താ അങ്ങനെ പറയണേ? നമ്മള് സിനിമ കണ്ട തിയേറ്ററിനപ്പുറം ഒരു തിയേറ്റർ ഉണ്ട്. അവിടെ ഒരു ഹൊറർ പടം കളിക്കുന്നുണ്ട്. ഹൊറർ പടോ? അതെന്ന് എന്തൊരു സെറ്റപ്പ് ആണെന്നാ വിചാരിച്ചത്. എന്നാ നമുക്ക് അത് കാണാമായിരുന്നു കേട്ടോ. ദേ പപ്പീസേ,
അത് കുട്ടികൾ കാണാനായിട്ട് പടമല്ല. എന്താ കണ്ടാല് നമ്മൾ പേടിക്കും സൂത്ര. ഓ പിന്നെ സിനിമ കണ്ടിട്ടല്ലേ പേടിക്കുന്നത്. ഒന്ന് പോവന്റെ ഗംഭീറേ. എന്നാലും എനിക്കൊന്ന് ദേ കാണണമായിരുന്നു. പപ്പീസേ, മമ്മി അറിഞ്ഞാലുണ്ടല്ലോ. അതന്നെ ഈ സിനിമ കാണാൻ തന്നെ സമ്മതിച്ചത് പപ്പീസിന് അറിയാലോ എങ്ങനെയാണെന്ന്. നാളെ ഞാൻ എന്തായാലും ഈ സിനിമ കാണും. ഈ സൂത്രന് എന്തെങ്കിലും ചെയ്യാം. വാ ഗംഭീരെ, നമുക്ക് പോയേക്കാം. അതിന് അങ്ങനെ നമുക്ക് പോവാം. പോവാണോ? അപ്പൊ പിന്നെ ഹൊറർ സിനിമ എന്താ നോക്കി നിൽക്കുന്നേ? നിക്ക 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 നിക്ക. എന്നാലും ഇത്ര നേരായിട്ടും ആ പപ്പീസിനെ നമ്മൾ കണ്ടില്ലല്ലോ. ആ അതെ അതെ, അവൻ ഇന്ന് വേദപാഠ ക്ലാസ്സിന് വരുന്നില്ലാവോ? അല്ല പപ്പീസിന് ആ സൂത്രന്റെ കൂടെ സിനിമയ്ക്ക് പോയിട്ടുണ്ടാവൂ. ഏയ്, പപ്പീസിന്റെ മമ്മി വിടാൻ സാധ്യതയില്ല. നേരെ ഒരു ദിവസം വേദപാഠ ക്ലാസ്സിന് വരാത്തതിന് പപ്പീസിനെ മമ്മി തല്ലണത് ഞാൻ കണ്ടതാ. മാത്രമല്ല ഇന്നലെ ഒരു സിനിമ കണ്ടതല്ലേ ഉള്ളൂ. അപ്പൊ പിന്നെ ഇന്ന് പോകാൻ ഒട്ടും ചാൻസ് കാണുന്നില്ല. ആ സൂത്രനാര മോൻ പപ്പീസിന്റെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞു കൊടുത്ത് ചിലപ്പോ കൂട്ടി കൊണ്ടുപോകാനും മതിയെന്ന്. ആ പറയാൻ പറ്റില്ല, അവൻ ആളൊരു വേന്ദ്രനാ. അതെ പള്ളിമണി അടിച്ചു, നമുക്ക് വേഗം നടക്കാം വാ. ഉം. ഓ പപ്പീസ് ഇതുവരെ മറുപടി ഒന്നും പറഞ്ഞില്ല. അത് പിന്നെ വേദപാഠ ക്ലാസ്സിന് പോകാതെ ഒരു വേദപാഠ ക്ലാസ് ഇതൊക്കെ എല്ലാ ഞായറാഴ്ചയും പോകുന്നതല്ലേ? അത് ശരിയാ. വേദപാഠ ക്ലാസ്സിന് പോകാതെ സിനിമയ്ക്ക് പോകുന്നത് തെറ്റല്ലേ? ഒരു ദിവസം പോയില്ലെന്ന് വെച്ചൊരു കുഴപ്പമില്ലെന്ന് ആരറിയാന്? എന്ന് ചോദിച്ചാലിപ്പോ എനിക്കെന്തോ ഒരു പേടി പോലെ. അത് നമ്മൾ ഹൊറർ പടം കാണുമ്പോ എല്ലാ പേടിയും പോവും. പക്ഷേ പണം വേണ്ട ടിക്കറ്റിന്. അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. സിനിമ ടിക്കറ്റ്, ബിരിയാണി എന്റെ വക. എന്താ പോരെ? ഓ മതി. എന്നാലും വേദപാഠ ക്ലാസ്. ഇയാളുടെ വേദപാഠ ക്ലാസ് ദേ ഞാൻ പോവാ. വേദം പഠിച്ച് ദേവനാകാൻ പോവല്ലേ? നിക്ക് 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 സൂത്രം നിക്കും. പപ്പീസിന്റെ വേദവാക്യം കേൾക്കാൻ എനിക്ക് നേരില്ല. സിനിമയ്ക്ക് ടൈമായി. ഞാനുണ്ട്, ഞാനും വരുന്നു. വേദ ക്ലാസിന്റെ കാര്യം മറന്നു. അതല്ലെന്ന്, ഞാൻ നിന്റെ ദേ, കൂടെ ഉണ്ട്. കാത്തു നിൽക്കാൻ സമയമില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഞാൻ വരുന്നു, നടക്ക്. വാ വാ വാ. ഒന്ന് പിടിക്കണമായി. ആടി വാ. അങ്ങനെ. ആകാശമാകെ കരിവള കുഞ്ഞുമായി ഇതിലെ പോയി വരൂ. ആകാശമാകെ. അപ്പോ പപ്പീസ് വീട്ടിൽ നിന്ന് വേദപാഠ ക്ലാസ്സിലേക്ക് വന്നിട്ടുണ്ട് അല്ലേ? അത് സാറേ പപ്പീസിന്റെ മമ്മീനെ ഞാൻ വരണ വഴിക്ക് കണ്ടതാണെന്ന്. അപ്പോ നമ്മൾ ഉദ്ദേശിച്ചത് ശരിയായിരിക്കും. അതെന്താ, നിങ്ങൾക്കറിയാമോ പപ്പീസ് എവിടെയാ പോയതെന്ന്? അത് ചെലപ്പോ സിനിമയ്ക്ക് പോയിട്ടുണ്ടാവൂട്ടാ. സിനിമയ്ക്കോ? പപ്പീസോ? അതും ഒറ്റയ്ക്ക്? അല്ല, സൂത്രന്റെ കൂടെ ആയിരിക്കും. ഓഹോ, ഈ സൂത്രന്റെ ഒരു കാര്യം. വേദപാഠത്തിന് വരികയുമില്ല, സ്ഥിരമായി വരുന്നവരെ കൂടെ വരാതാക്കുകയും ചെയ്യില്ല. അല്ല ഞങ്ങളൊരു ഊഹം മാത്രമാണ് കേട്ടോ സാറേ, ഉറപ്പൊന്നുമില്ല. എന്തായാലും ഞാൻ അന്വേഷിക്കുന്നുണ്ട്. ഇതിങ്ങനെ വിട്ടാൽ കുറച്ചുകൂടി കഴിഞ്ഞാൽ വലിയ കുഴപ്പത്തിലെടുത്ത് ചാടും. ഞാൻ പപ്പീസിന്റെ വീട്ടിലോട്ട് ചെല്ലട്ടെ. ഞങ്ങളാണ് പറഞ്ഞതെന്ന് പറയരുതിട്ട് സാറേ. എന്നാ ശരി. എന്തൊരു പേടിപ്പെടുത്തുന്ന സീനുകളാ സിനിമയില്. സംഗതി എങ്ങനെയുണ്ട്? സംഭവം ഗംഭീരമായി. പക്ഷേ പേടി ഇപ്പോഴും മാറിയിട്ടില്ല. നെഞ്ചിങ്ങനെ ഡബോ ഡബോ എന്ന് പറഞ്ഞ് ഇടിക്കുക ഇപ്പോഴും. അതൊക്കെ സിനിമയിലെ കംപ്ലീറ്റ് ക്യാമറ. എന്നാലും എനിക്കെന്തോ ഭയങ്കര പേടിയാണ് കേട്ടോ. അപ്പൊ പപ്പീസേ ഞാൻ വീട്ടിലേക്ക് പോട്ടെ, ഇനി സ്കൂളിൽ വെച്ച് കാണാം. ഇനിയിപ്പോ ഈ കാട്ടിലൂടെ ഞാൻ ഒറ്റയ്ക്ക് വീട്ടിൽ പോണ്ടേ? എനിക്ക് പേടിയാകുന്നുണ്ട് സൂത്ര. എന്താ പപ്പീസേ ഇത്? ഒന്നും പേടിക്കാനില്ല, സിനിമയല്ലേ അത്. ദേ ഈ വഴി ഒറ്റോട്ടം, വേഗം വീടെത്തും. ഹൊറർ സിനിമ കാണണ്ടായിരുന്നു. സൂത്ര നീ എന്റെ കൂടെ ഒന്ന് വരുമോ? പിന്നെ ഞാനെന്താ നിനക്ക് എസ്കോട്ട് നടക്കുന്ന ആളോ? ദേ വീട്ടിൽ ചെന്നിട്ടേ എനിക്ക് സ്വിമ്മിംഗ് ക്ലബിൽ പോകാനുള്ളത്. ബൈ. ഈശ്വര, ഞാൻ ഇനി എങ്ങനെ ഒറ്റയ്ക്ക് വീട്ടിൽ പോകും? ഓ ദൈവമേ കാത്തോളണേ.
എത്ര കാലമായി വീട്ടിലേക്കുള്ള വഴി ഒരു റോഡാക്കി വെട്ടിത്തരാൻ പഞ്ചായത്തുകാരോട് പറഞ്ഞിട്ട്. ഓ, ആരെങ്കിലും എൻ്റെ കൂടെ വന്നാ മതിയായിരുന്നു. അയ്യോ, മോഹജനങ്ങളെ, നമ്മുടെ കാട്ടിൽ വിറ്റുകൊണ്ടിരിക്കുന്ന നൂൽപ്പുഴുക്കിൽ വിഷാംശമുള്ളതായി കണ്ടെത്തിയിരിക്കുന്നു. നൂൽപ്പുഴുക്ക് കഴിക്കുന്നവർ ഉടൻ വൈദ്യശാലയുമായി ബന്ധപ്പെടുക. നൂൽപ്പുഴുക്ക് കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കാതിരിക്കുക. നൂൽപ്പുഴുക്ക് ബഹിഷ്കരിക്കുക. എന്താ നിർത്തിയത്? വയ്യാതെയായി. ഇനി തൽക്കാലം ഡ്രം കുട്ടിയാ മതി. ആവശ്യമുള്ളവർ ഇവിടെ വന്ന് നോക്കി വിവരം അറിയട്ടെ. എന്തായാലും നമുക്ക് പതുക്കെ നടക്കാം. വയത് ആളുകൾക്കിടയിൽ എത്തുമ്പോഴേ അവര് വായിച്ചോളും. എന്നാലും വല്ലാത്തൊരു കോലമായി ഇത് കണ്ടിട്ട് പേടിയാവും. നൂൽപ്പുഴുക്കിന്റെ ഭീകരത മനസ്സിൽ പതിയാൻ ഈ രൂപം ബെസ്റ്റാ. ആ പറഞ്ഞത് ശരിയാ. നമുക്ക് നടക്കാം. അമ്മോ, വീട്ടിലേക്കുള്ള ഈ കാട്ടുപാത എന്നാണാവോ പരിഷ്കരിക്കുക? റോഡിട്ട പാതയുള്ള ഒരു വീട് എന്നാണാവോ ദേമിനി എനിക്ക് തരിക? അയ്യോ അയ്യോ, ആ ഈ ഫോറസ്റ്റിന് പകരം ഒരു 4 ലൈൻ റോഡായിരുന്നു എൻ്റെ വീട്ടിലേക്ക് ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് അന്തസ്സോടെ പോകാമായിരുന്നു. ഛേ, ഒരു നശിച്ച കാട്. ഓ ഈശ്വരാ, ഈ കാട്ടിൽ ഇഴജന്തുക്കളൊക്കെ ഉണ്ടെന്നാ പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഇത്രയും കാലമായിട്ടും ഒരു ഇഴജന്തുവും എന്നെ കടിച്ചിട്ടില്ല. പക്ഷെ ആ സിനിമ കണ്ടതോടുകൂടിയാ ഞാനാകെ കുടുങ്ങിപ്പോയത്. ഓ ഒന്നുമില്ലല്ലേ? ആവോ ദൈവമേ, കാത്തോളനെ ഈശ്വര. ആ സിനിമയിലും ഇതുപോലുള്ളൊരു കാട്ടിലാ ആ സാധനം വന്നത്. ഇതെങ്ങാനും ഇവിടെയും വരുമോ ആവോ? ഓ, അയ്യോ, ദേ ഒരു മുട്ടല്ലേ കേൾക്കുന്നത്? ഈശ്വര, അയ്യോ, വേറൊരു ശബ്ദവുമില്ല. എന്തിന്റെ മുട്ടായിരിക്കുന്നത്? ഈശ്വര, അയ്യോ, അമ്മേ, വേദപാഠ ക്ലാസ്സിന് പോകാതിരുന്നതിനുള്ള ശിക്ഷയാണോ ഇത്? അയ്യോ 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 ദൈവമേ, എന്ത് കണ്ണാണാവോ എന്റെ മോൻ പേടിച്ചത്? നല്ല പനിയാ. എങ്ങനെയുണ്ട് ഇപ്പോ? ഓ, പനി കുറയുന്നില്ല സാറേ. എന്തോ കണ്ട് പേടിച്ചതാ. പേടിച്ചത് എങ്ങനെയാണെന്നൊക്കെ മനസ്സിലായി. പപ്പീസ്, ഞാൻ സൂത്രനെ കണ്ടിരുന്നു. അവനെ മാത്രമല്ല, വനപഞ്ചായത്തിലെ കോവറേട്ടനെയും കപിലിനെയും കണ്ടു. സംഭവിച്ചതൊക്കെ എനിക്ക് മനസ്സിലായി. സാറേ, എനിക്ക് തെറ്റ് പറ്റിയതാ സാറേ. മോനെ, കഷ്ടപ്പെട്ട് പോറ്റി വളർത്തുന്ന മമ്മിയെ പറ്റിച്ചാൽ അതൊക്കെ വലിയ തെറ്റാ. അറിയാതെ ഞാൻ പറഞ്ഞത് പപ്പീസ് വിഷമിക്കാൻ വേണ്ടിയല്ല. അല്ല, എന്താ സാറേ സംഭവം? കാര്യം പറയൂ. അതൊക്കെ കഥാരൂപത്തിൽ അസുഖമൊക്കെ മാറിയ ശേഷം മമ്മിയോട് പപ്പീസ് പറഞ്ഞു തരും. വേദം പഠിക്കുക എന്നത് നന്മ ചെയ്യുക, നല്ല പ്രവൃത്തി ചെയ്യുക, മറ്റുള്ളവരെ സ്നേഹിക്കുക എന്ന ഗുണങ്ങളൊക്കെ വളർത്താനുള്ള പരിശീലനമാണ്. വേദപാഠം ഉപേക്ഷിച്ച് പപ്പീസ് പോയത് ചീത്ത വഴിയിലേക്കാണ്. അത് പപ്പീസിന്റെ മാനസിക നില തന്നെ തെറ്റിച്ചു.
പപ്പീസിന്റെ നല്ല മനസ്സിലേക്ക് പ്രേതവും പിശാചും കടന്നു വന്നു. പപ്പീസിന്റെ അസുഖമൊക്കെ മാറി. അടുത്ത ദിവസം വേദപഠന ക്ലാസ്സിലേക്ക് വരിക. മനസ്സിലേക്ക് നല്ല ചിന്തകളെ കടത്തിവിടുക. പഴയ ദുഷിച്ച ചിന്തകളെ മനസ്സിൽ നിന്നും നീക്കം ചെയ്യുക. മനസ്സിലായോ? മനസ്സിലായി സാറേ. തെറ്റ് ചെയ്യുക സ്വാഭാവികമാണ്. പക്ഷേ അത് തിരുത്തുവാനും നല്ല വഴിക്ക് നടക്കുവാനും കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ദൈവദാസന്മാരാകും. നിഷ്കളങ്കതയുടെ ലോകത്തിൽ നിന്നും വിസ്മയ വിരുതുകളുടെ വാതായനം തുറക്കാൻ സമയമായി. കാണാം മാണിക്കച്ചപ്പ്. വെൽക്കം ബാക്ക് ടു മാണിക്കച്ചപ്പ്. മാണിക്കച്ചപ്പിലെ ആക്ടിവിറ്റികളും ചിന്താവിഷയങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾ ഓരോ പ്രാവശ്യവും മാണിക്കച്ചപ്പിലെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ടല്ലോ അല്ലേ? അപ്പോൾ അതിൻ്റെയൊക്കെ ഫോട്ടോ ഞങ്ങൾക്ക് അയച്ചു തരികയാണെങ്കിൽ ഞങ്ങൾ അതിൽ നിന്നും തിരഞ്ഞെടുത്തത് തീർച്ചയായിട്ടും കാണിക്കുന്നതാണ്. ഇന്ന് നമ്മളുടെ ചിന്താവിഷയം നിങ്ങൾ എന്താണ് കാണുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമുക്കൊരു ആക്ടിവിറ്റി ഉണ്ട്. അപ്പോൾ ഈ ആക്ടിവിറ്റിക്ക് നമുക്ക് വേണ്ടത് A4 സൈസിലുള്ള ഒരു പേപ്പറാണ്. അപ്പോൾ ഇവിടെ ഞാൻ ഉപയോഗിക്കുന്നത് നിറമുള്ളൊരു കടലാസാണ്. അപ്പോൾ നിറമുള്ള പേപ്പർ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ ഫോട്ടോസ്റ്റാറ്റിന് ഉപയോഗിക്കുന്ന പേപ്പർ ഉപയോഗിക്കാം, അല്ലെങ്കിൽ A4 സൈസിലുള്ള ഏത് പേപ്പർ നിങ്ങൾക്ക് ഉപയോഗിക്കാം. തുടങ്ങാം നമുക്ക്. അപ്പം ഇങ്ങനെ ഒരു പേപ്പർ എടുക്കുക. ആദ്യമായിട്ട് ചെയ്യേണ്ടത് നമ്മൾ ഇതിൻ്റെ എതിരായിട്ടുള്ള രണ്ട് മൂലകൾ കേട്ടില്ലേ? അപ്പം ഇങ്ങനെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള മൂലകൾ തമ്മിൽ ചേർത്ത് മടക്കുവാണ്. ഇതാ എവിടെയെങ്കിലും വെച്ചിട്ട് മടക്കുവാണ് കൂടുതൽ നല്ലത്. അപ്പോൾ ഞാനിവിടെ വെച്ചിട്ട് ഇങ്ങനെ ഞാനൊരു അപ്പം മടക്കി കഴിഞ്ഞിട്ടുള്ളത് ഇങ്ങനെ ഇരിക്കും. ഒന്നും കൂടെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ളൊരു പേപ്പറിൻ്റെ നേരെ എതിരായിട്ടുള്ള രണ്ട് മൂലകൾ ചേർത്തിട്ട് നമ്മൾ ഇങ്ങനെ മടക്കും. അപ്പം നമുക്ക് ഈ ഒരു ആകൃതിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഇപ്പം ഇങ്ങനെയുള്ള ഇതിൻ്റെ ഈ മൂലയും കൂടെ ചേർത്ത് നേരെ നടുക്കൂടെ ഒരു വര കിട്ടാൻ വേണ്ടി നമ്മൾ മടക്കുകയാണ്. അത് നോക്കിക്കോളൂ. ഇങ്ങനെ പിടിച്ചിട്ട് ഈ രണ്ട് മൂലകളും ചേർത്ത് ഇങ്ങനെ നമ്മൾ മടക്കി. ഇങ്ങനെ മടക്കി കഴിഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ അമർത്തി നമുക്ക് ഈ മടക്കിയ ഭാഗത്തിനൊരു പാടുണ്ടാക്കാം. അപ്പോൾ കൈ കൊണ്ട് നന്നായിട്ട് വരഞ്ഞ് ഒരു പാടുണ്ടാക്കുക. അതിനുശേഷം നമ്മൾ ഇത്രയും ചെയ്ത കാര്യങ്ങൾ മുഴുവനും നിവർത്തുക. കണ്ടോ? ഇപ്പം നിങ്ങൾ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പോൾ ഇങ്ങനെ ഈ എതിരായിട്ടുള്ള രണ്ട് മൂലകൾ തമ്മിൽ ചേരുന്ന ഒരു രേഖ നമുക്ക് ഇവ കിട്ടിയിട്ടുണ്ട്. ഈ രേഖ ഉണ്ടാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത്രയും മടക്കുകൾ ഇപ്പോൾ ചെയ്തത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ രേഖയിലൂടെ കടലാസിനെ മടക്കുകയാണ്. അപ്പം അതിൽ ഒരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഒരെണ്ണം മടക്കുപാട് ഒരു വശത്തേക്കും മറ്റേ മടക്കുപാട് മറ്റേ വശത്തോട്ടുമാണ്. അപ്പം നമ്മൾ മടക്കുമ്പോഴത്തേക്കും അങ്ങോട്ടുള്ള മടക്കുപാടും കൂടി ഇപ്പുറത്തോട്ടാകുന്ന രീതിയിലായിരിക്കും മടക്കുന്നത്. ഇതാ അതിന് ചെയ്യുന്നത് ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ മടക്കുക. അപ്പം ഇത് ദിശ കറക്റ്റാണ്. ഇതിൻ്റെ ദിശ ഇതാ അങ്ങോട്ടല്ലേ. അപ്പോൾ അത് നമ്മൾ സൂക്ഷിച്ചൊന്ന് ഞെക്കി അമർത്തി ഇങ്ങനെ ഇത്ര. അപ്പം നമുക്ക് ഈ ഒരു ഷേപ്പിൽ പേപ്പർ കിട്ടും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് പേപ്പറിൻ്റെ ഈ മുകളിലുള്ള വക്കുണ്ടല്ലോ, ഈ മുകളിലുള്ള വക്കിനെ ഇതാ ഇവിടെ താഴെ ഈ രണ്ട് കടലാസും കൂടെ ചേരുന്ന ഭാഗമുണ്ടല്ലോ, അപ്പം ഈ ഭാഗത്തേക്ക് ഇങ്ങനെ മടക്കുവാണ്. ഞാനിവിടെ നിരത്ത് വെച്ചിട്ടാണ് മടക്കുന്നത് കുറച്ചുകൂടെ സൗകര്യത്തിന് വേണ്ടി. അപ്പോൾ ഓരോ പ്രാവശ്യം നമ്മൾ മടക്കി കഴിയുമ്പോഴും നമ്മൾ ആ മടക്കിയ ഭാഗത്തൊന്ന് അമർത്തി വരയ്ക്കണം. എന്താ നമ്മൾ മടക്കി കഴിഞ്ഞിട്ടുള്ള അവസ്ഥയാണ്. അപ്പം വീണ്ടും ചെയ്യേണ്ടത് ഇപ്പം മുകളിലുള്ള വക്കുണ്ടല്ലോ, ആ വക്കിനെ ഈ പേപ്പറുകൾ യോജിക്കുന്ന ഈ ഭാഗത്തേക്ക് വീണ്ടും ഒന്നും കൂടെ മടക്കണം. അപ്പോൾ ഈ ഒരു വീതി നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയാണ്. ഇത്രയും വീതിയുണ്ട്, നമ്മൾ കുറച്ചുകൂടെ കുറച്ച് വരികയാണ്. അത് ഞാനിവിടെ വെച്ചിട്ട് മടക്കുകയാണ്. ഉയർത്തി കാണിക്കാം. അപ്പം നമുക്ക് ഏകദേശം ഇത്രയും വീതിയുണ്ട്, ഒരു 1 ഇഞ്ചിൻ്റെ അടുത്ത് വീതിയുണ്ട്. അപ്പം നമുക്ക് കുറച്ചുകൂടെ വീതി കുറയ്ക്കേണ്ടതുണ്ട്. അപ്പം അതുകൊണ്ട് വീണ്ടും നേരത്തെ ചെയ്ത അതേ സമാനമായിട്ടുള്ള സ്റ്റെപ്പ് നമ്മൾ ചെയ്യുന്നു. എന്താ ഇപ്പം ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 2 ത്രികോണങ്ങൾ കാണാം.
ഈ ത്രികോണങ്ങളുടെ താഴെ ഇങ്ങനെ കൂർത്തിരിക്കുന്ന ഭാഗമുണ്ടല്ലോ, നമ്മൾ അപ്പെക്സ് എന്നൊക്കെ പറയുന്നത്. അപ്പം ഈ ഭാഗം ഇതിൽ സ്വല്പ വീതിയിലെടുത്ത് കഴിഞ്ഞിട്ട് നേരെ മുകളിലേക്ക് മടക്കുക. അതായത് ഇതുപോലെ. അതുപോലെ ഇപ്പുറത്തെ സൈഡിലും സമാനമായിട്ട് തന്നെ മടക്കുക. അപ്പം നമ്മൾ ഇത്രയും മടക്കി കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഏകദേശം ഈ ട്രയാങ്കിളിൻ്റെ ഈ മടക്കിയിരിക്കുന്നതിൻ്റെ ഈ ഒരു ഭാഗമുണ്ടല്ലോ, അതിന് നേരെ മുകളിലായിട്ട് പേപ്പർ ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ മടക്കുക. നേരെ ഇങ്ങോട്ട്. ഇതുപോലെ തന്നെ നമ്മൾ ഇത് ഇങ്ങോട്ട് മടക്കുക. ഈ ഒരു ഷേപ്പ് ഇട്ടു. അതായത് നേരെ മറ്റേ വശത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനോഹരമായിട്ടുള്ള ഒരു കണ്ണാടി നമുക്ക് റെഡി ആയിട്ടുണ്ട്. കണ്ടോ? ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് നേരെ എടുത്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ നിങ്ങളുടെ ചെവിയിൽ വെക്കാം. കണ്ടോ? അടിപൊളി കണ്ണാടി ആയിട്ടില്ലേ? അപ്പം ഇത് നിങ്ങൾക്ക് ഇതിൻ്റെ വീതി അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ചെവിയിൽ കൃത്യം എത്തുന്നത് പോലെ നിങ്ങൾക്ക് മടക്കാൻ പറ്റും. മടക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ചെവിയിൽ തന്നെ അത് ഇരുന്നോളുകയും ചെയ്യും. പല നിറത്തിലുള്ള കടലാസുകൾ കൊണ്ട് നിങ്ങൾക്ക് ഇതുപോലത്തെ കണ്ണാടി ഉണ്ടാക്കാവുന്നതാണ്. ഒരു നിറവും കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെള്ള കടലാസോ അങ്ങനെ ലഭ്യമായിട്ടുള്ള പേപ്പർ കൊണ്ട് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നിങ്ങൾ അതിൽ ആവശ്യമായിട്ടുള്ള ഡിസൈനുകൾ ചെയ്താൽ മതി. അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ ആക്ടിവിറ്റി ഇഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഇനി നമുക്ക് നമ്മുടെ ചിന്താവിഷയത്തിലേക്ക് കിടക്കാം. എന്തായിരുന്നു നമ്മുടെ ചിന്താവിഷയം? നിങ്ങളെങ്ങനെ ലോകത്തെ കാണുന്നു, അല്ലേ? അപ്പോൾ അതിന് ഒരു രസകരമായിട്ടുള്ള ഒരു കഥയുണ്ട്. ഇത് കുറേ വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 2000-ലധികം വർഷങ്ങൾക്ക് മുമ്പ് നടന്നു എന്ന് പറയപ്പെടുന്ന ഒരു കാര്യമാണ്. സോക്രട്ടീസിൻ്റെ സമയത്ത് നടന്നതാണ്. അപ്പോൾ സോക്രട്ടീസ് ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ഗ്രാമമായ ഏതൻസിൻ്റെ ഇങ്ങനെ അകത്തേക്കുള്ള കവാടത്തിൻ്റെ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഹോബി പോലെയാണ് അത്. അപ്പോൾ അതെങ്ങനെ ഇരിക്കുന്നു, വരുന്നവരോടൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നു. വെറുതെ വെച്ചാൽ അതായത് വളരെ വയോധികനായിട്ടുള്ള ഒരവസ്ഥയിൽ അവിടെ ഇരിക്കുന്നു. പലരും വല്ലതുമൊക്കെ ചോദിക്കുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും വളരെ ഒരു വേറെ അയൽ രാജ്യത്ത് നിന്നും അല്ലെങ്കിൽ അയൽ ഗ്രാമത്തിൽ നിന്നും ഒരു വ്യക്തി ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ട് സോക്രട്ടീസിനോട് ചോദിക്കുന്നു, ഈ ഏതൻസിലുള്ള ആളുകളൊക്കെ എങ്ങനെയാണ്? അപ്പോൾ സോക്രട്ടീസ് അയാളോട് ഒരു മറുചോദ്യം ചോദിച്ചു. സഹോദര, താങ്കൾ ഏതൻസുകാരനല്ലോ അല്ലേ? അപ്പം താങ്കൾ വരുന്ന ഗ്രാമത്തിൽ അവിടെയുള്ള ആളുകളൊക്കെ എങ്ങനെയാണ്? അപ്പോൾ ഇയാൾ പറഞ്ഞു, ഒന്നും പറയണ്ട, അവിടെയുള്ള ആളുകളെല്ലാം ഭയങ്കര മോശം ആളുകളാണ്. നമ്മളെ അനാവശ്യമായിട്ട് ഉപദ്രവിക്കും, നമ്മുടെ കുറ്റങ്ങൾ പറയും, നമ്മുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചു കഴിഞ്ഞാൽ കടം കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് തിരിച്ചു തരത്തില്ല. ഇങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുള്ള നാടുകളാണ്. അപ്പോൾ സോക്രട്ടീസ് പറഞ്ഞു, സഹോദര, അങ്ങനെയാണോ? പക്ഷേ ഏതൻസിലും നിങ്ങൾക്ക് അതുപോലുള്ള ആളുകൾ മാത്രമേ ഉള്ളൂ. അതുപോലുള്ള ആളുകളാണ് ഏതൻസിലും ഉള്ളത്. നിങ്ങൾ ഏതൻസിലും അതുപോലുള്ള ആളുകളെയാണ് മീറ്റ് ചെയ്യാൻ പോകുന്നത്. എന്താണ്? അയാളോർത്തോ, കഷ്ടമായിപ്പോൾ, എൻ്റെ ഗ്രാമത്തിലെ പോലെ തന്നെയാണല്ലോ ഇത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എന്തായാലും ഏതൻസിൽ പോയി പരീക്ഷിക്കാൻ നോക്കി. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വേറൊരു ഗ്രാമത്തിൽ നിന്ന് വരികയാണ്. അപ്പം അദ്ദേഹം ഇങ്ങനെ സോക്രട്ടീസിനോട് ചോദിച്ചു, ഈ ഏതൻസിലുള്ള ആളുകൾ എങ്ങനെയുള്ളവരാണ്? അപ്പോൾ സോക്രട്ടീസ് മുൻപ് വന്ന ആളോട് ചോദിച്ച അതേ ചോദ്യം തന്നെ ഇദ്ദേഹത്തോടും ചോദിച്ചു. സഹോദര, താങ്കളുടെ ഗ്രാമത്തിലെ ആളുകൾ എങ്ങനെയുള്ളവരാണ്? അപ്പം അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഗ്രാമത്തിൽ വളരെ നല്ല ആളുകളാണുള്ളവർ, വളരെ സന്തോഷവാന്മാരാണ്, നമുക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും അവർ സഹായിക്കും. അത്രയും നല്ല ആളുകളെ കാണാൻ പറ്റില്ല, പക്ഷേ എനിക്ക് അവിടെ നിന്ന് വിട്ടു പോരാൻ തന്നെ വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഒരു അത്യാവശ്യം കൊണ്ട് മാറേണ്ടി വന്നതാണ്, എനിക്ക് വളരെ സങ്കടമുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പം സോക്രട്ടീസ് പറഞ്ഞ മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സഹോദര, ഏതൻസിലും താങ്കൾ അതുപോലെ തന്നെയുള്ള ആളുകളാണ് ഏതൻസിലും ഉള്ളത്. വളരെ സന്തോഷവാന്മാരും വളരെ പോസിറ്റീവായിട്ടുള്ള ആളുകളാണ് ഇവിടെയുള്ളത്. താങ്കൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഗ്രാമവും ഇഷ്ടപ്പെടും ഇങ്ങനെ പറഞ്ഞു. അപ്പം സോക്രട്ടീസ് ഇത് പറയുന്നത്, രണ്ടുപേരോടും മറുപടി പറയുന്നത് കേട്ടിട്ട് വേറൊരു ആളവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അയാൾ ഇതൊന്ന് ചോദിച്ചു, അതെന്താണ് താങ്കൾ അങ്ങനെ പറഞ്ഞത്? അപ്പോൾ സോക്രട്ടീസ് പറഞ്ഞു, സുഹൃത്തെ, ഒരു ഗ്രാമത്തിൽ എല്ലായ്പ്പോഴും പലതരത്തിലുള്ള ആളുകളുണ്ടാവും. പക്ഷേ നമ്മൾ ഏത് തരത്തിലുള്ള ആളുകളെയാണ് അന്വേഷിക്കുന്നത് അവരെയുമായിട്ടായിരിക്കും നമ്മളെപ്പോഴും ചങ്ങാത്തം കൂടുക. അപ്പം ആദ്യം വന്ന ആൾ എപ്പോഴും മറ്റുള്ളവരിലെ കുറവുകൾ കാണാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അയാളെ സംബന്ധിച്ച് ഇപ്പോൾ എവിടെ ചെന്ന് കഴിഞ്ഞാലും അതിൻ്റെ കുറവായിരിക്കും അയാൾ കാണുക. എന്നാൽ രണ്ടാമത് വന്നയാളോ, അദ്ദേഹം മറ്റുള്ളവരിലെ നന്മകൾ കാണാനായിട്ടാണ് ശ്രമിക്കുന്നത്. അപ്പം അങ്ങനെ കാണുമ്പോഴത്തേക്കും അയാൾക്ക് എവിടെ ചെന്ന് കഴിഞ്ഞാലും അവിടെ എന്തെങ്കിലും നന്മ കാണാൻ പറ്റും. അപ്പം അതുകൊണ്ട് ഗ്രാമത്തിൻ്റെ പ്രശ്നമല്ല ഇത്, ആളുകളുടെ പ്രശ്നമാണ്. അതുകൊണ്ട് എവിടെ ചെന്ന് കഴിഞ്ഞാലും നമുക്ക്
നന്മ കാണാൻ പറ്റിക്കഴിഞ്ഞാൽ ആ ഗ്രാമം സുന്ദരമായിട്ട് മാറും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എന്ന് പറഞ്ഞു. അപ്പം ഇത് നമ്മുടെ ചിന്താവിഷയമായിട്ട് എന്താണ് ബന്ധം? നമ്മൾ ഇന്നുണ്ടാക്കിയത് എന്താണ്? ഒരു കണ്ണാടി അല്ലേ? ഇതാ ഇങ്ങനത്തെ ഒരു കണ്ണാടി. അപ്പം ഇതിൻ്റെ കളർ എന്താണ്? പച്ച. അപ്പം യഥാർത്ഥത്തിൽ ഈ ഒരു കണ്ണാടി ഇപ്പം ട്രാൻസ്പാരൻ്റ് ആയിരുന്നു എന്നിരിക്കട്ടെ. അപ്പം ആ ഒരു സാധനത്തിലൂടെ നമ്മൾ നോക്കിക്കഴിയുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുന്നത്? നമുക്ക് കാണുന്ന എല്ലാവരെയും ഈ ഒരു പച്ച ഉടുപ്പിട്ടിരിക്കുന്നതായിട്ട് തോന്നും, അല്ലെങ്കിൽ പച്ചയുടെ വേരിയേഷനായിട്ട് തോന്നും. എന്നാൽ നമുക്കൊരു ചുമന്ന കണ്ണാടിയായിരുന്നു നമ്മൾ വെച്ചിരുന്നെങ്കിലോ, അപ്പോൾ നമുക്ക് ചുമന്ന ആളുകളായിരിക്കും കാണുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ആളുകൾ ഇത് വല്ലതും ആണോ? ഇതൊന്നുമല്ല. നമ്മൾ നോക്കി കാണുന്ന കണ്ണാടിയിലൂടെ കാണുമ്പം നമ്മൾ എന്ത് കണ്ണാടിയാണോ വെച്ചിരിക്കുന്നത് ആ കണ്ണാടിക്ക് അനുയോജ്യരായിട്ട് മറ്റുള്ളവരെ നമുക്ക് കാണുന്നു. ഇതുപോലെ നമ്മളും എപ്പോഴും നമ്മുടെ മനസ്സിൽ നമ്മൾ ഓരോ തരത്തിലുള്ള ഓരോ കണ്ണാടികൾ ധരിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ നോക്കുമ്പം കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിൽ അവിടെയുള്ളതല്ല നമ്മൾ കാണുന്നത്. നമ്മൾ ഒരാൾക്ക് ഒരു കുറ്റം കാണുന്നുണ്ടെങ്കിൽ ആ കുറ്റം അയാളിലുള്ളതല്ല, നമ്മൾ വെച്ചിരിക്കുന്ന കണ്ണാടിയിലൂടെ നോക്കുന്നത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ കാണാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ ഇനി മുതൽ നോക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു കാര്യം ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ നമ്മൾ ഉടനെ നമ്മളിലേക്ക് തിരിയുക, എന്നിട്ട് ആലോചിക്കുക ഞാൻ എന്ത് തരത്തിലുള്ള കണ്ണാടിയാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് ഈ ആക്ടിവിറ്റി ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത് ഇതാണ്: നമ്മളെല്ലായ്പ്പോഴും ഓരോ കണ്ണാടി അറിഞ്ഞോ അറിയാതെയോ ധരിച്ചിട്ടുണ്ട്. ആ കണ്ണാടിയിൽ മാറ്റം വരുത്താത്തടത്തോളം കാലം നമുക്ക് കിട്ടുന്ന അനുഭവങ്ങളിലും മാറ്റം ഉണ്ടാവുകയില്ല. അപ്പം നമുക്ക് നമ്മുടെ ജീവിതത്തെ മാറ്റണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആദ്യമേ നമ്മൾ മാറ്റേണ്ടത് നമ്മൾ ഈ ലോകത്തെ കാണുന്ന കണ്ണാടിയിലാണ്. അപ്പോൾ നമ്മൾ ഏത് രീതിയിലാണ് ലോകത്തെ നോക്കുന്നത്? എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്, എല്ലാവരെയും ഈശ്വരൻ സൃഷ്ടിച്ചതാണ് എന്ന ഒരു കാഴ്ചപ്പാടോടുകൂടി നമുക്ക് എല്ലാവരെയും കാണാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ആരോടെങ്കിലും ദേഷ്യപ്പെടാൻ പറ്റുമോ? ആരെങ്കിലും നമുക്കെതിരായിട്ട് പെരുമാറുന്നതായിട്ട് നമുക്ക് തോന്നുമോ? ഇതൊന്നുമില്ല, അല്ലേ? അപ്പം നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ പുതിയൊരു കണ്ണോടെ, പുതിയൊരു കണ്ണാടിയോടെ ലോകത്തെ കാണാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ചിന്താവിഷയം നമ്മളിവിടെ അവസാനിപ്പിക്കുന്നു. പുതിയൊരു ചിന്താവിഷയവും പുതിയൊരു ആക്ടിവിറ്റിയുമായി മറ്റൊരു ദിവസം വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിങ്ങളുടെ ഫീഡ്ബാക്ക് അത്യാവശ്യം. കത്തുകൾ അയക്കേണ്ട വിലാസം: ഞങ്ങളുടെ വിലാസം: ദ പ്രൊഡ്യൂസർ, ജീസസ് കിഡ്സ്, ശാലോം TV, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്. പിൻകോഡ് 673528. വിശ്രമത്തിനും പഠനത്തിനും പ്രാർത്ഥനയ്ക്കുമായി ഇനിയുള്ള സമയം. നന്ദി, നമസ്കാരം.